ജോണേട്ടാ, ഷാഫി പറമ്പിൽ ഏറ്റവും കരുത്തുറ്റ യുവ നേതാവായി കോൺഗ്രസിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നേതാവായി മാറിയിരിക്കുകയാണ് ഷാഫി പറമ്പിൽ. വടകരയിലെ വിജയം, അതോടൊപ്പം തന്നെ പാലക്കാട് മുൻപ് തുടർച്ചയായി തന്നെ MLA ആയിരുന്നു. ഇപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ നോമിനിയായി എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലും വലിയ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു. ഇതിലൂടെ ഒരു കാര്യം വ്യക്തമായി, തനിക്ക് വിജയിക്കാനും അറിയാം, കൂടെ നിൽക്കുന്നവരെ വിജയിപ്പിക്കുവാനും ഷാഫി പറമ്പിൽ പഠിച്ചിരിക്കുകയാണ്. ഷാഫി പറമ്പിൽ ഇനി എങ്ങനെയാണ് ഷാഫി പറമ്പിലിൻ്റെ ഭാവി രാഷ്ട്രീയം എങ്ങനെയാണ്? ഷാഫി പറമ്പിലിൻ്റെ ഭാവി രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഷാഫി പറമ്പിലാണല്ലോ ഇനി കോൺഗ്രസിൻ്റെ അടുത്ത തലമുറയിലുള്ള ശക്തനായ കരുത്തനായ നേതാവ്. അതായത് നേതൃത്വം ഷാഫി പറമ്പിൽ സുരക്ഷിതമാണ്. കേരളത്തിലെ കോൺഗ്രസ് എന്നുള്ള ഈ പാലക്കാട് തെരഞ്ഞെടുപ്പോടുകൂടി ആ തരത്തിലേക്ക് ജനം ചിന്തിച്ചു തുടങ്ങിയിരുന്നു. കോൺഗ്രസ് പ്രവർത്തകരും അങ്ങനെ തന്നെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. മാത്രമല്ല, അദ്ദേഹം വടകരയിൽ പോയി വലിയ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. നമുക്കറിയാം, കോൺഗ്രസ്സിൽ ഇപ്പോൾ ഒരു ന്യൂ ജൻ നേതാക്കളുടെ ഒരു കാലഘട്ടമാണ്. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരുന്നു ഇത്തരത്തിലുള്ള DYFI ഇത്തരത്തിൽ പുതിയ നേതൃത്വ നിര വളർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഉള്ള നേതാക്കളെ പേരുകൾ അറിയാലോ. അതെ, ഇപ്പോൾ അത് മാറി, അത് ഇപ്പുറത്തേക്ക് വന്നു. ഷാഫി പറമ്പിൽ, PC വിഷ്ണുനാഥ്, ഹൈബി ഈഡൻ, അങ്ങനെ പറയുന്ന നേതൃനിര. VT ബൽറാം പരാജയപ്പെട്ടു എങ്കിലും ബൽറാം ഇപ്പോഴും നല്ല നേതാക്കന്മാരുടെ നിരയിൽപ്പെട്ട ഒരു നേതാവാണ് VT ബൽറാം. അപ്പോൾ അവരിൽ പക്ഷേ മുൻനിരയിൽ നിൽക്കുന്ന ആരാണ്? അതൊരു ഒരു ഫൈറ്റർ, ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ അല്ലെങ്കിൽ ഒരു ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരു നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പായിട്ട് ഇപ്പോൾ പറയാൻ പറ്റുന്ന യുവ നേതാക്കളിൽ ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിൽ 3 തവണ പാലക്കാട് ജയിച്ചതാണ്, നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ തവണ പോലും അദ്ദേഹം പരാജയപ്പെടും എന്ന് വിചാരിച്ചെടുത്തു നിന്നാണ് അദ്ദേഹം ശ്രീധരനെ പോലെ, മെട്രോമാൻ എന്നറിയപ്പെടുന്ന ശ്രീധരനെ പോലെ ഒരു സ്ഥാനാർത്ഥി അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തെയും പരാജയപ്പെടുത്തിയാണ്. കാരണം ഓർക്കണം, ശ്രീധരൻ അവിടെ 10,000 രൂപയ്ക്ക് അദ്ദേഹം MLA ഓഫീസ് തുറന്ന ആളാണ് ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നത്. അത്ര ആത്മവിശ്വാസമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. പക്ഷേ അതിനെല്ലാം ഇപ്പോഴും എനിക്കുണ്ട്. ഏതോ ഒരു ചാനലിൻ്റെ റിപ്പോർട്ടർ, എനിക്ക് 24 ആണെന്ന് തോന്നുന്നു, 24ൻ്റെ റിപ്പോർട്ടർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ശ്രീധരൻ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് വോട്ടിടുന്ന സമയത്ത്. അപ്പോൾ ആ റിപ്പോർട്ടറുടെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, സമയമായിട്ടില്ല, ഇതെല്ലാം എണ്ണുന്നത് BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ്. ഇനിയും അദ്ദേഹം ചില പഞ്ചായത്തുകളിലെയും ചില പ്രദേശങ്ങളിലെയും പേര് പറഞ്ഞു. അവിടെയൊക്കെ എണ്ണി തുടങ്ങുമ്പോൾ ഷാഫി പറമ്പിൽ മുന്നിലെത്തും. അപ്പോൾ അപ്പോഴും ശ്രീധരൻ മുന്നിൽ തന്നെയാണ്. കുറേ കഴിഞ്ഞിട്ട് നേരെ കഴിഞ്ഞിട്ട് ഷാഫി ലീഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ റിപ്പോർട്ടർ വന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞത് അവിടെയാണ് ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ റിപ്പോർട്ടറുടെ പേര് ഞാൻ മറന്നുപോയി. 24-ലാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അത്തരത്തിൽ ഷാഫി വളരെ ജനകീയനായ ഒരു നേതാവാണ്. അദ്ദേഹം ഇവിടെ നിന്ന് വടകരയിലേക്ക് മത്സരിക്കാനായിട്ട് പോകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ തൻ്റെ പിൻഗാമിയായി കൊണ്ടുവരണം എന്നാണ്. കോൺഗ്രസിൽ സാധാരണഗതിയിൽ വലിയ നേതാക്കന്മാരല്ലാതെ ഇത്തരം ഒരു യുവനിരയിൽപ്പെട്ട ആളുകൾ വന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കണമെന്നൊന്നുമില്ല. പക്ഷേ ഷാഫി പറഞ്ഞത് നേതൃത്വം കേട്ടു, രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുവന്നു. ഈ നിരയിൽപ്പെടുത്താവുന്ന അടുത്ത ഘട്ടത്തിലുള്ള നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു TV ചാനൽ ചർച്ചകളിലിരുന്ന ആൾ എന്നുള്ള നിലയിൽ ഒരു ഫെയിമുണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ പാർട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പരിചിതനാണ്, അദ്ദേഹത്തെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഒരാളെ, അതേസമയം സരിൻ എന്ന് പറയുന്ന ആളിനെ എല്ലാവർക്കും, കേരളമെമ്പാടുമുള്ള എല്ലാവർക്കും അറിയണമെന്നില്ല. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറിയാം എന്നുള്ളതാണ് ആദ്യത്തെ സവിശേഷത. അങ്ങനെ അത് പ്രയോജനപ്പെടുത്തുന്നു. അവിടെ തുടക്കത്തിലുണ്ടായിരുന്ന ചില അഭിപ്രായ ഭിന്നതകളെയൊക്കെ അവഗണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കിക്കൊണ്ടോ അവർ മുന്നോട്ട് പോകുന്നു. ഷാഫി പറമ്പിൽ തന്നെ നേതൃത്വം കൊടുക്കുന്നു, തെരഞ്ഞെടുപ്പ് വിജയത്തിനായി പ്രയത്നിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹത്തിൻ്റെ റിസ്കിലാണ്. ഒരുപക്ഷെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പരാജയപ്പെട്ടിരുന്നെങ്കിൽ ഷാഫി പറമ്പിലിനെതിരെ ഈ പറയുന്ന ആളുകളെല്ലാം വാളെടുത്തേനെ. വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചുകൂടി ഷാഫി പറമ്പിൽ വേറൊരു തലത്തിലേക്ക്, ഓരോ നേതാവിൻ്റെയും വളർച്ചയുടെ ഒരു ഘട്ടമുണ്ട്. അപ്പം ആ വളർച്ചയുടെ മറ്റൊരു ഘട്ടത്തിലേക്ക് ഷാഫി പറമ്പിൽ മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് ഉയർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ജനകീയരായിട്ടുള്ള നേതാക്കന്മാരുണ്ടാകുന്നത്. 2 തരത്തിലുള്ള നേതാക്കന്മാരുണ്ട്. ജനകീയ നേതാവ് ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ഷാഫി പറമ്പിൽ ജനകീയ നേതാവാണെന്ന് തെളിയിച്ചിരിക്കുന്നു. ഞാനൊരിക്കലും കോളേജിൽ, പാലക്കാട് കോളേജിൽ ഷാഫി, അദ്ദേഹം MLA ആണ്, ധ്യാൻ ശ്രീനിവാസനാൻ അന്ന് അതിഥിയായി വന്നു. ആ കോളേജിൽ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. ഷാഫി പറമ്പിൽ കുട്ടികളോടൊപ്പം ഇൻട്രാക്ട് ചെയ്യുന്ന യൂത്താണ്. അപ്പോൾ അവരോടൊപ്പം ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടാണ്. അത് കേരളത്തിലെ ഒരു MLAയും അങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കുട്ടികൾ അത്ര സ്നേഹത്തോടെ തങ്ങളുടെ ഏറ്റവും ഒരു നല്ല സൗഹൃദത്തിൽപ്പെട്ട ഒരാളോടെന്ന പോലെ ഷാഫി പറമ്പിൽ കൂട്ടുകാരോടെന്ന പോലെയാണ് ആ കോളേജിലെ കുട്ടികളോട് സംസാരിക്കുന്നത്.
ധ്യാൻ ഓരോ കൗണ്ടർ അടിക്കുന്നു. അപ്പോൾ അതിന് അനുസരിച്ച് ഷാഫി മറുപടി പറയുന്നു, കുട്ടികൾ അതിനകത്ത് ഇടപെട്ട് സംസാരിക്കുന്നു, അതിലെല്ലാം. അപ്പോൾ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിട്ട് 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള കുട്ടികളാണ്, അവരുടെയൊക്കെ വോട്ട് ഷാഫിക്ക് ഉറപ്പിക്കാൻ പറ്റും. ഈ ഷാഫി പറയുമ്പോൾ അവർ കേൾക്കും. ആ തരത്തിലേക്ക് ജനകീയ മുഖമുള്ള ഒരാളായി ഷാഫി പറമ്പിൽ മാറുന്നു. അപ്പോൾ നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത് ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഷാഫി പറമ്പിലായിരിക്കും. ഷാഫി പറമ്പിലിനെ പോലുള്ള ഒരു നേതാവിനെ അവതരിപ്പിച്ചുകൊണ്ടാണ്. നോക്കൂ, നമുക്ക് എത്ര നേതാക്കന്മാർ അങ്ങനെ പറയാൻ പറ്റുന്ന മുഖ്യമന്ത്രി സ്ഥാനം മോഹിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ കെ മുരളീധരൻ, ഇപ്പോൾ പറയാവുന്ന പേര് നമുക്ക് വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് പറയാം. പിന്നെ കെ സി വേണുഗോപാലുണ്ട്. ഇതല്ലാതെ രമേശ് ചെന്നിത്തലയെ ആഗ്രഹിക്കുന്നുണ്ട്, ഉറപ്പായും അദ്ദേഹം ആഗ്രഹിക്കുന്ന ആളാണ്. ബാക്കി പലരുടെയും പേരുകൾ ഇങ്ങനെ പറയുന്നു. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് ജയിപ്പിച്ചെടുക്കാൻ ശേഷിയുള്ള, അല്ലെങ്കിൽ ആൾക്കൂട്ടത്തെ ഒപ്പം നിർത്താൻ, അത് മാത്രമല്ല തെരഞ്ഞെടുപ്പിലെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ ഒക്കെ കഴിയുന്ന തരത്തിലുള്ള ഒരു നേതാവായി ഷാഫി പറമ്പിൽ മാറിയിരിക്കുന്നു. എല്ലാത്തരം ആളുകൾക്കും സ്വീകാര്യനാകുക എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 40,000-ഓളം വോട്ട് ഉള്ള മണ്ഡലത്തിൽ നിന്നാണ്, മുസ്ലിം വോട്ടുള്ള മണ്ഡലത്തിൽ നിന്നാണ് 3 തവണ ഷാഫി പറമ്പിൽ ജയിച്ചു. ബഹുഭൂരിപക്ഷം ഹിന്ദു സമുദായമുള്ള മണ്ഡലം. ആ മണ്ഡലത്തിൽ നിന്നാണ് ഷാഫി പറമ്പിൽ വിജയിച്ചു വന്നത്. അതായത് എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾക്കും അദ്ദേഹം സ്വീകാര്യനായിരുന്നു, എല്ലാ തലമുറയിലുംപ്പെട്ട ആളുകൾക്ക് സ്വീകാര്യനാകുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും സ്വീകാര്യനായ, അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് പോലും ഷാഫി പറമ്പലിനെതിരെ പറയാൻ ഒരു ആരോപണം ഉണ്ടാകാത്ത തരത്തിൽ അദ്ദേഹം രാഷ്ട്രീയ ജീവിതത്തെ കൊണ്ടുപോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു നേതാവാണ് ഈ അടുത്ത ഘട്ടത്തിലേക്ക് ഉയർന്നു വരുന്നത്, നേതൃനിരയിലേക്ക്, ഏറ്റവും മുൻനിരയിലുള്ള നേതൃനിരയിലേക്ക് ഉയർന്നു വരുന്നത്. 36-ാമത്തെ വയസ്സിലാണ് AK ആൻ്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്നത്. KSUവിൻ്റെ നേതൃനിരയിലൂടെയാണ് അവരെല്ലാം കടന്നു വരുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവൊക്കെ ആയിരിക്കുന്ന സമയത്താണ്, അതിനുശേഷം എനിക്ക് അദ്ദേഹം KPCC പ്രസിഡൻ്റായെന്ന് തോന്നുന്നു. അപ്പോൾ ആ സമയത്ത് 36-ാമത്തെ വയസ്സിൽ AK ആൻ്റണി ഇപ്പോൾ യൂത്താണ്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ആലോചിക്കാനേ പറ്റില്ല, 36-ാമത്തെ വയസ്സിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ ഒരാൾ കടന്നു വരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഷാഫി പറമ്പിലിന് 41 വയസ്സാണ്. അദ്ദേഹത്തിനും ഈസിയായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അതായത് ആ നിരയിൽ നമ്മൾ ആലോചിച്ച് നോക്കും, ഓരോ പേരും ആലോചിച്ച് നോക്കുമ്പോൾ ആ നിര, ഇപ്പോൾ രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിന് ഇനി ഒരു സാധ്യതയുണ്ടോ എന്നുള്ളത് പോലും ചർച്ച ചെയ്യപ്പെടേണ്ടത്. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ അദ്ദേഹം ചുമതല വഹിച്ച മഹാരാഷ്ട്രയിൽ വൻ പരാജയം കോൺഗ്രസ് ഉൾപ്പെടുന്ന മുന്നണി ഏറ്റുവാങ്ങിയപ്പോൾ അദ്ദേഹത്തിന് അതൊരു ക്ഷീണമാണ്. അദ്ദേഹത്തിന് ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ ഈ തവണ പ്രതിപക്ഷ നേതാവായി കേരളത്തിൽ പരിഗണിക്കണമായിരുന്നു, അതുണ്ടായില്ല. മറ്റൊരു നേതാവ് KC വേണുഗോപാലാണ്. അദ്ദേഹത്തിനും രാഷ്ട്രീയമായി ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അദ്ദേഹത്തിന് ക്ഷീണമാണ്. കാരണം ദേശീയ തലത്തിൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ സംഘടനാ സെക്രട്ടറിയാണ്, വലിയ പദവിയിലിരിക്കുന്ന ഒരാളാണ്. ആ സംഘടനാ സെക്രട്ടറിയാണ് കോൺഗ്രസിനെ നയിക്കുന്നത്, കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ദൈനംദിന കാര്യങ്ങൾ തീരുമാനിക്കുന്നതും സംഘടനയുടെ കെട്ടുറപ്പ് എങ്ങനെയായിരിക്കണം, ഓരോ സംസ്ഥാനത്തും ഏതൊക്കെ തന്ത്രങ്ങളായിരിക്കണം, ഇതൊക്കെ. പക്ഷേ പലയിടങ്ങളിലും ഇക്കാര്യത്തിലൊക്കെ വേണുഗോപാൽ പരാജയമായിരുന്നു. പിന്നെ വേണുഗോപാൽ വിജയിച്ചതൊക്കെ കർണാടക പോലുള്ള സംസ്ഥാനത്ത്. കർണാടകയിൽ വാർ റൂമൊക്കെ കെട്ടിപ്പൂട്ടേണ്ട സമയം കഴിഞ്ഞില്ലേ? അവിടെ KC വേണുഗോപാൽ വിജയമായത് എവിടെയാണ്? കർണാടകയിലാണ്. കർണാടകയിൽ KC വേണുഗോപാലിൻ്റെ ആവശ്യം എന്താ? അവിടെ DK ശിവകുമാറിനെ പോലെ എന്തിനും പോകുന്ന ഒരു കോൺഗ്രസ്സുകാരനുള്ളപ്പോൾ KC വേണുഗോപാലിൻ്റെ ഒന്നും ആവശ്യം അവിടെ ഇല്ല. അപ്പോൾ അടുത്ത തലമുറയിൽ നിന്ന് ഇനി ആരാണ് കോൺഗ്രസിനെ നയിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇനി ആരാണ് കേരളത്തിൽ UDFൻ്റെ ഒരു മുഖ്യമന്ത്രിയാകാൻ അതിന് പറ്റിയ ഒരു ശേഷിയുള്ള നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് പറയാൻ പറ്റുന്ന പേര് ഷാഫി പറമ്പിലിൻ്റേതാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ പാലക്കാട് ബൈ ഇലക്ഷൻ അതിന് അടിവരയിട്ടു. ഇനി ഷാഫി പറമ്പിലിൻ്റെ കാലമാണ് ഇനി വരാൻ പോകുന്നത്.